Now Pastor Sam Anthony will come forward and take a little time to share his testimony and word of God. I already told the time, so let us put our hands together and give a warm welcome. Thank you, Pastor. Thank you, church. My name is Azam Anthony, and originally I'm from Pakistan, but last 15 years I'm living in Australia with my family. I have 3 sons. My 2 sons are married, and I have 2 grandchildren. Thanks God. And almost. Sorry. All right. Yeah. My name is Azam Anthony. എൻ്റെ പേര് ആശം ആൻ്റണി എന്നാണ്. I'm originally from Pakistan. ഞാൻ പാകിസ്ഥാനിൽ നിന്നാണ് കടന്നു വരുന്നത്. And last 15 years I'm living in Australia. കഴിഞ്ഞ 15 വർഷമായി ഓസ്ട്രേലിയയിലാണ് ഞാൻ താമസിച്ചു വരുന്നത്. And I have 3 sons. 3 sons. 3 ആൺകുഞ്ഞുങ്ങളാണ് എനിക്കുള്ളത്. And 2 sons are married. 2 പേർ വിവാഹിതരാണ്. And I have 2 grandchildren. 2 ചെറുമക്കളെയും കർത്താവ് എനിക്ക് തന്നു. And I'm ministering the Lord last almost 40 years. കഴിഞ്ഞ 40 പരം വർഷങ്ങളായി കർത്താവിനെ ഞാൻ സേവിക്കുന്നു, കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്നു. When I was 20 years old, I started to serve the Lord. എനിക്ക് 20 വയസ്സുള്ളപ്പോഴാണ് ഞാൻ കർത്താവിനെ കണ്ടുമുട്ടിയത്. And 12 years I work as a pastor. കഴിഞ്ഞ 12 വർഷമായി ഒരു കർത്താവിൻ്റെ ദാസനായി ഞാൻ സേവനം അനുഷ്ഠിക്കുന്നു. And last 12 years I'm working as a missionary. കഴിഞ്ഞ 12 വർഷമായി ഒരു മിഷണറി ആയും കൂടെ ഞാൻ പ്രവർത്തിക്കുന്നു. So I want to tell you how I gave my life to Christ. എനിക്ക് നിങ്ങളോട് പറയാൻ താല്പര്യമുള്ളത് ഞാൻ എന്തുകൊണ്ട് കർത്താവിന് എൻ്റെ ജീവിതം കൊടുത്തു എന്നുള്ളതാണ്. When I was 12 years old, ഞാൻ 12 വയസ്സുള്ള ഒരു ബാലകനായിരുന്നപ്പോൾ I went to the school. The school was a Christian. ഒരു ക്രൈസ്തവ സ്കൂളിലാണ് ഞാൻ പഠിക്കാനിടയായത്. And the principal of our school was very committed believer. ഞങ്ങളുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഒരു തികഞ്ഞ വിശ്വാസിയായിരുന്നു. Every morning we have a morning assembly. എല്ലാ രാവിലെ സമയവും ഞങ്ങൾക്കൊരു മോർണിംഗ് അസംബ്ലി ഉണ്ടായിരുന്നു. In the morning assembly we sing 2-3 Christian songs. ആ മീറ്റിങ്ങുകളിലെല്ലാം ആ അസംബ്ലിയിലെല്ലാം ഞങ്ങൾ 2-3 ക്രിസ്തീയ പാട്ടുകൾ പാടുക പതിവായിരുന്നു. And then we read 1 chapter from the Bible. വേദപുസ്തകത്തിൽ നിന്ന് ഒരു അധ്യായം വായിക്കുക കൂടി ചെയ്യുമായിരുന്നു. And then the principal asked someone to please pray and close the morning assembly. ആ അസംബ്ലി ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക പതിവായിരുന്നു. And we were doing every day. എല്ലാ ദിവസവും ഞങ്ങൾ ഇത് തുടർന്നു പോരുന്നു. And I do not know when I give my life to Christ. എപ്പോഴാണ് ഞാൻ അതിൻ്റെ ഇടയിൽ കർത്താവിന് എൻ്റെ ജീവിതം കൊടുത്തതെന്ന് ഞാൻ ഓർക്കുന്നില്ല. Because that Christian atmosphere totally changed my life. ആ ക്രൈസ്തവ അന്തരീക്ഷം എൻ്റെ ജീവിതത്തെ തികച്ചും മാറ്റമുള്ളതാക്കി തീർത്തു. And from that school, ആ സ്കൂളിൽ നിന്ന് close to 98% students, they are in ministry. ആ ഏകദേശം അന്ന് പഠിച്ചതിൽ ഏകദേശം 98% ആൾക്കാരും ഇന്ന് കർത്താവിൻ്റെ വേലയിലാണ്. And I'm one of them. അവരിൽ ഒരുവനായി ഞാനും ഇന്നിവിടെ നിൽക്കുന്നു. So I want to encourage parents. ഇന്നിവിടെ ഇരിക്കുന്ന മാതാപിതാക്കളെ എനിക്ക് പ്രചോദിപ്പിക്കുവാൻ താല്പര്യമുള്ളത്, remember every Friday if you come to the church, might be spend 2-3-4 hours in the church. നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ വന്ന് 2-3 മണിക്കൂറുകൾ ചിലവഴിക്കുന്നുണ്ടാകാം. That's not enough for the spiritual growth of your children. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആത്മീക വളർച്ചയ്ക്ക് അത് പര്യാപ്തമാകുന്നില്ല. So you have to have a church in your home every day. നിങ്ങളുടെ ഭവനങ്ങളിൽ ഒരു സഭ ഉണ്ടാകേണ്ടത്, എല്ലാ ദിവസവും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. Have a family devotion every day in your home. കുടുംബമായി ഇരുന്ന് അല്പസമയം ധ്യാനിച്ച് പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ വീടുകളിൽ എല്ലാ ദിവസവും ആവശ്യമാണ്. Mom and dad, you are the pastors of your children. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പാസ്റ്റർ എന്ന് പറയുന്നത് അപ്പനും അമ്മയുമാണ്. So when my first son born, എൻ്റെ ആദ്യത്തെ ആൺപൈതൽ ജനിച്ചപ്പോൾ, and he was 1 day old, അവന് 1 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ, and we started the family devotion. ഞങ്ങൾ ഫാമിലി ഡിവോഷൻ, കുടുംബത്തിലെ ധ്യാനം ഞങ്ങൾ ആരംഭിച്ചു. And now my elder son is 28 years old. എൻ്റെ മൂത്ത മകൻ ഇപ്പോൾ 28 വയസ്സ് പ്രായമുണ്ട്. And because we are doing it from the childhood, ഞങ്ങൾ അവന്റെ 1-ാം വയസ്സ് മുതൽ അത് ചെയ്തു വരുന്നതുകൊണ്ട്, and they are
very committed Christians. ഇന്ന് അവർ തികഞ്ഞ അടിയുറപ്പുള്ള ക്രൈസ്തവരായി ജീവിക്കുന്നു. My 3 sons, they are very good preacher. എന്റെ 3 കുഞ്ഞുങ്ങളും നല്ല പ്രാസംഗികരാണ്. They are very good musicians. നല്ല മ്യൂസീഷ്യൻസ്, നല്ല പാട്ടുകാരാണ് അവർ. They are very good gospel singers. നല്ലപോലെ ക്രിസ്തുവിന് വേണ്ടി ഗാനങ്ങൾ ആലപിക്കുന്നവരാണ്. Thanks God for my family. ഞാൻ എൻ്റെ കുടുംബത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. But you have to work for your family. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കേണ്ടത് ആവശ്യമാണ്. Please spend time with your children in devotion every day. നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായി ഒരുമിച്ച് എല്ലാ ദിവസവും ധ്യാനത്തിന് സമയം കണ്ടെത്തണം. And it will affect their spiritual life very much. അവരുടെ ആത്മീക ജീവിതത്തെ അത് നല്ലവണ്ണം ചേഞ്ച് ചെയ്യാൻ, And they become very strong Christian. അവർ ശക്തരായ ക്രൈസ്തവരായി തീരുവാൻ അത് God സഹായകരമാണ്. bless you. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.